ഗൈസ് ഇന്ന് നിങ്ങൾക്ക് പുതിയ ഒരു ലോൺ ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് ഫാസ്റ്റായിട്ടും അതേപോലെ തന്നെ വേഗത്തിലും ചുരുങ്ങിയ ഡോക്യുമെൻറ്റ്സുകൾ കൊടുത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ തരുന്ന പുതിയ ന്യൂ ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ 2026 തന്നെ ന്യൂ അപ്ഡേറ്റുമായിട്ട് ഈ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിലും അതേപോലെ തന്നെ ഫാസ്റ്റായിട്ടൊക്കെ ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ NBFC വഴിയാണ് നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ ലഭിക്കുന്ന ന്യൂ ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഇവിടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഫട്ടാക് പേ ഫിനാൻഷ്യൽ എന്നാണ് ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര്. ഫട്ടാക് പേ ഫിനാൻഷ്യൽ എന്നാണ് ഈ ലോൺ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്. ഈ ആപ്ലിക്കേഷൻ തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ NBFC വഴിയാണ് നമുക്ക് ലോണുകൾ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഹെഡ് ഓഫീസ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ്, മുംബൈയിലാണ് ഇതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ കസ്റ്റമർ കെയർ നമ്പർ എല്ലാം കാര്യങ്ങളും ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ മറ്റൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് ലോൺ എടുക്കുന്ന ഒരു എക്സാമ്പിൾ ഇവർ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഈ ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് 20,000 രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 12 മാസത്തെ കാലാവധിയിലാണ് നമ്മൾ ആ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 20% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കുറച്ച് കൂടുതലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ നമുക്ക് വേഗത്തിൽ ലോൺ തരുന്ന ആപ്ലിക്കേഷൻ കൂടിയാണ്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ലോൺ അപ്രൂവ് ആക്കി തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. അതേപോലെ തന്നെ GST 90 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ ഓരോ മാസവും തിരിച്ചടയ്ക്കേണ്ട EMI എന്ന് പറയുന്നത് 1853 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ ടോട്ടലായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ ടോട്ടലായിട്ട് 20,000 രൂപ എടുക്കുമ്പോൾ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് 22,232 രൂപയാണ്. അപ്പോൾ നമുക്ക് 2,232 രൂപയോളം ഈ ഒരു വർഷത്തേക്ക് നമുക്കിതിൻ്റെ പലിശയായിട്ട് വരുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ പ്രോസസ്സിംഗ് ഫീയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതെല്ലാവരും ഓർമ്മയിൽ വെക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് അത്യാവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ KYC എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ KYCകൾ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഒരു സെൽഫി കാര്യങ്ങൾ, അതേപോലെ തന്നെ വലിയ എമൗണ്ടുകൾ എടുക്കുമ്പോൾ അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സുകൾ കൊടുക്കേണ്ടി വരും. അതേപോലെ 1,000 മുതൽ 20,000 രൂപയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ചെറിയ ഡോക്യുമെൻറ്റ്സുകൾ, ചെറിയ KYC ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അത്യാവശ്യം റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതൊക്കെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ആവശ്യമുള്ളവർ മാത്രമേ ലോണിന് അപ്ലൈ ചെയ്യാവൂ. നമുക്ക് ചെറിയ നിസ്സാര കാരണങ്ങൾക്ക് നമ്മൾ ഇതേപോലുള്ള ആപ്ലിക്കേഷനിൽ കയറി ലോൺ എടുത്ത് നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാതെയാകുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി ഉള്ള സിബിൽ സ്കോർ അടക്കം കുറഞ്ഞു പോകും. അതേപോലെ തന്നെ നമ്മൾക്ക് വേറെ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും പിന്നെ നമുക്ക് ലോൺ ലഭിക്കാതെയുമാകും. അപ്പോൾ നമ്മൾ ഏത് ലോൺ ആപ്ലിക്കേഷനിൽ കയറി ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ EMI കറക്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇത് എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ജയ് ഹിന്ദ്.